ഡിസംബർ 31. ഭാഷയിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ട രണ്ട് ക്രിയകളുണ്ട്. ഒന്ന് മറക്കുക, രണ്ടാമത്തേത് ഓർക്കുക. എല്ലാ ഭാഷയിലുമുണ്ട് ഈ രണ്ട് ക്രിയകൾ. ഓർക്കുകയും മറക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടും വിപരീത അർത്ഥമാണ് ഉള്ളത്. ഈ വിപരീത അർത്ഥം ഉൾക്കൊള്ളുന്ന രണ്ട് ക്രിയകളും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്ത അതൊരു കുറവായിട്ടാണ്. കഴിവ് കുറവ്, അതിൻ്റെ ലക്ഷണമാണ് മറവി. ഓർമ്മയില്ല എന്ന് വെച്ചാൽ ഓർക്കാനുള്ള കഴിവില്ല. അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള ഒരു കുറവിൻ്റെ അടയാളം എന്ന രീതിയിലാണ് മറവിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യൻ സാമാന്യമായിട്ട് ചിന്തിക്കുക. മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ മറവി എന്ന് പറഞ്ഞാൽ ഒരു മടി, അലസത, മന്ദത എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി കൂടുതൽ മറക്കാനിടവരുന്നു. അപ്പോൾ അലസതയുടെയും മടിയുടെയും ഒരു പ്രതീകം, ഒരു പ്രകാശനമായിട്ട് മറവിയെ കരുതാറുണ്ട്. ഇന്നത്തെ വൈദ്യശാസ്ത്രമനുസരിച്ച് പറഞ്ഞാൽ മറവി ഒരു കുറവ് എന്നതിനേക്കാൾ, അലസത എന്നതിനേക്കാൾ അതൊരു രോഗം എന്ന നിലയിലാണ് അവർ നോക്കിക്കാണുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം മറക്കലിനെ ഒരു രോഗമായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. മറവി രോഗം, അതിനെ ശാസ്ത്രീയമായ രീതിയിൽ അൾസിമേഴ്സ് ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. അൾസിമർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ഇടവന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ രോഗം ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. ഇന്നത്തെ ജനങ്ങളിൽ പണ്ടത്തേക്കാൾ കൂടുതൽ ഈ അൾസിമേഴ്സ് രോഗം ബാധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ അൾസിമേഴ്സ് രോഗം ഇത്ര ശക്തമായ രീതിയിൽ അതിനെപ്പറ്റിയുള്ള അവബോധം വരുന്നതിന് മുമ്പ് തന്നെ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയെപ്പറ്റി വൈദ്യശാസ്ത്രത്തിന് അറിവുണ്ട്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മറവി, ഓർമ്മക്കുറവ്. അതും ഒരു രോഗാവസ്ഥ എന്ന നിലയിലാണ് വൈദ്യശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത്. വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഒരു തരം മറവി, അതിന് സിനൈൽ ഡിമെൻഷ്യ എന്നാണ് വിളിക്കുക. എന്നാൽ അൾസിമേഴ്സ് രോഗം വാർദ്ധക്യം വരണം എന്നില്ല ഒരു വ്യക്തിക്ക്. ഏത് പ്രായത്തിലും ആ വ്യക്തിക്ക് ഈ രോഗം പിടിപെടാം. അപ്പോൾ വൈദ്യശാസ്ത്രം അനുസരിച്ച് ഒരു രോഗമായിട്ട് മറവിയെ കാണുന്നു. സാധാരണ ജനങ്ങൾ ഒരു കുറവായിട്ട് കാണുന്നു. മനഃശാസ്ത്രപരമായിട്ട് അപഗ്രഥനം ചെയ്യുമ്പോൾ അത് അലസതയുടെയും മന്ദതയുടെയും ലക്ഷണമായിട്ട് കാണുന്നു. ഇതിനു പുറമെ ഈ മറക്കലിന് വേറെ വല്ല മാനങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ അപ്പുറം മറവി എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഒരു ദൈവിക ദാനമാണ്. അതൊരു അനുഗ്രഹമാണ്. മനുഷ്യനെ മറക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു എന്നുവരികിൽ മനുഷ്യന്റെ സ്ഥിതി വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാകുമായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ മനുഷ്യന് മറക്കാൻ സാധിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം എന്ന നിലയിൽ നോക്കിക്കാണുന്നതിൽ തെറ്റില്ല. ഉദാഹരണമായിട്ട് ഈ അനുഗ്രഹം കൂടുതൽ പ്രത്യക്ഷമാകുന്നത് ശിശുക്കളിലെ, കുട്ടികളിലാണ്. അവർക്ക് എന്ത് ജീവിത അനുഭവങ്ങൾ കൈപ്പേറിയതായാലും അല്പസമയം കഴിയുമ്പോൾ അവരതൊക്കെ മറക്കുന്നു.
ആ ഒരു പൂർവ്വസ്ഥിതിയിലെത്താൻ ഒരു വിഷമവും അവർക്കില്ല. പണ്ട് ഇങ്ങനെ ആ വ്യക്തി, ആ കുട്ടി എന്നോട് പെരുമാറി, അല്ലെങ്കിൽ ഈ മുതിർന്ന വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള മൂഡ് ഓഫും ആ കുട്ടി കാണിക്കാൻ ഇടവരുന്നില്ല. അതുകൊണ്ടും കൂടി ആകാം യേശുനാഥൻ സുവിശേഷത്തിലെ പല സ്ഥലത്ത് പറയുന്നത് നിങ്ങൾ കുട്ടികളെപ്പോലെ ആയിത്തീരണം എന്ന് പറയുന്നതിന്റെ അർത്ഥം മറക്കേണ്ടത് മറക്കാൻ സാധിക്കണം. ഇനി എന്താണ് മറക്കേണ്ടത് എന്നുള്ളതാണ് ചിന്ത. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മറക്കേണ്ടത്. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് നമുക്കുണ്ടാകുന്ന ദുഃഖം മറക്കണം. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഇനി വിലപിച്ചിട്ട് കാര്യമില്ല. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ കിട്ടുമായിരുന്നു, ഇങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയാകുമായിരുന്നു, ഇതിനെപ്പറ്റി വിലപിച്ചിട്ട് ഇനി കാര്യമില്ല. ദി ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി നെവർ റിട്ടേൺസ്. ഇതാണ് ആപ്തവാക്യം. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യന് വീണ്ടും അത് ലഭ്യമല്ല. അതിനെപ്പറ്റി വിലാപോ ദുഃഖമോ ഉണ്ടാകുന്നത് വളർച്ചയ്ക്ക് മുരടിപ്പുണ്ടാക്കുന്നതും തടസ്സമുണ്ടാക്കുന്നതും എന്ന് തന്നെയല്ല, ചിലപ്പോൾ ചില അവസരത്തിൽ ചില വ്യക്തികൾക്ക് രോഗാതുരമായിട്ടുള്ളൊരവസ്ഥ പോലും ഉണ്ടാക്കുന്നതിന് അത് കാരണമാകാം. സെൽഫ് പിറ്റി അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഒരു രോഗാവസ്ഥയിലേക്കും ഈ വിലാപം ആ വ്യക്തിയെ നയിക്കും. അതൊരു തരത്തിലും ഒരു ഉന്മേഷത്തിനോ വീണ്ടും ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നതിനോ അത് നമ്മളെ സഹായിക്കാൻ ഇടവരില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് കൂടുതൽ ഇനി വിലപിക്കേണ്ടതില്ല, അത് മറക്കുക. രണ്ടാമത്തെ കാര്യം മറക്കേണ്ടത്, ആരെങ്കിലും നമുക്ക് മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മീയമായിട്ട് മാനസികമായിട്ടുള്ള ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വളരെ രൂക്ഷമായിട്ട് നമ്മോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, വേദനയുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള പെരുമാറ്റം മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്ന് വരികിൽ അതും നമ്മൾ മറക്കണം. ഈ തരം ചിന്തകള് നമ്മളിൽ കൂടുതൽ വൈരാഗ്യബുദ്ധി ജനിപ്പിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തമമായ രീതിയിൽ പ്രതികരിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുത്താനേ അത് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ വ്രണപ്പെടുത്തിയ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് വരികിൽ അതും നമ്മൾ മറക്കണം. രണ്ട് കാര്യങ്ങൾ മറക്കേണ്ടത്, ഒന്ന് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് നമ്മൾ വിലപിക്കേണ്ട, അത് മറക്കണം. മറ്റുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ മറക്കണം. മറ്റൊരു പ്രക്രിയയാണ് ഓർക്കുക. ഓർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. യഥാർത്ഥത്തിൽ അത് നല്ല ഓർമ്മശക്തി ഉള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയുടെ പ്രവർത്തനത്തിന്റെ തീവ്രത കാണിക്കുന്നു. അതൊരു കഴിവാണ്. ഈ കഴിവ് എന്നതിനേക്കാൾ അത് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മനുഷ്യനെ സംബന്ധിച്ച്. രണ്ട് കാര്യങ്ങളാണ് മനുഷ്യൻ ഓർക്കേണ്ടത്. 2009 നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ ഓർക്കണം, നമ്മൾ ഓർക്കണം. അതിലൊന്നാമത്തേത്, നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ശരി, ആ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വരികിലേ മറ്റുള്ളവരുടെ പലതരത്തിലുള്ള സഹായം നമുക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ജീവിക്കാൻ ഇടവരുന്നത്. മറ്റു പലരിൽ നിന്നും സഹായമായിട്ടും മറ്റു പലരുടെയും, അത് ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകാം, കൂട്ടുകാരിൽ നിന്നുണ്ടാകാം, ജീവിക്കുന്ന മറ്റ് സഹോദരങ്ങളിൽ നിന്നുണ്ടാകാം, സമുദായത്തിൽ നിന്നുണ്ടാകാം, സാക്ഷാൽ ദൈവത്തിൽ നിന്റെ അനന്തപരമായിട്ടുള്ള സ്നേഹപരിപാലനയിൽ നിന്നും നമുക്ക് സഹായങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദിവസവും ഓരോ നിമിഷം തന്നെ നമ്മൾ മുന്നോട്ട്
നീക്കാൻ ഇടവരുന്നത് എന്നുള്ള സത്യം നമ്മൾ ഓർക്കണം. അത് മറക്കരുത്. അങ്ങനെ ആ സത്യം മറ്റുള്ളവരുടെ സഹായത്താലും അനുഗ്രഹത്താലും ആണ് നമ്മൾ ജീവിക്കാൻ ഇടവരുന്നത് എന്നുള്ള സത്യം നമ്മൾ ഓർക്കണം. അങ്ങനെ അത് നമുക്ക് ഓർമ്മയിൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഉണ്ടാകുന്ന മറ്റൊരു സവിശേഷമാണ് നന്ദിയുടേതായിട്ടുള്ളൊരു ചിന്ത വ്യക്തികളിൽ രൂപപ്പെട്ടു വരും. മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ സ്ഥിതിയിലെത്താൻ ഇവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ സഹായം എനിക്കുണ്ടായിട്ടുണ്ട്, ദൈവാനുഗ്രഹം ധാരാളം ഞാൻ പ്രാപിക്കാൻ ഇടവന്നിട്ടുള്ള വ്യക്തിയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നന്ദിയുടേതായിട്ടുള്ള വികാരം നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ ഓർക്കുക എന്ന് പറയുന്നത് നമ്മൾ അനുഗ്രഹ വിധേയമായിട്ടാണ് ജീവിക്കുന്നത്. ആ ചിന്ത നമ്മൾ നന്ദിയുടേതായിട്ടുള്ള ചിന്ത കുറിക്കും എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ കടമകളെ സംബന്ധിച്ചുള്ള ചിന്തകള് നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതം, നമ്മുടെ ഏത് ജീവിതാവസ്ഥയിൽ ഇരുന്നു കൊള്ളട്ടെ, ആ ജീവിതാവസ്ഥയിൽ നമുക്ക് വേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങള്, നമ്മുടെ കടമകള് നാം ഓർക്കണം. അത് മറക്കരുത്. അത് ഓർത്ത് അത് ചെയ്യണം, ചെയ്യേണ്ടത് ചെയ്യണം, ചെയ്യേണ്ട വിധത്തിൽ തന്നെ ചെയ്യണം. ഇതാണ് നമ്മൾ ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം. എല്ലാവരും ഒരുപോലെ അല്ല ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത്. ഞാൻ ഒരു വൈദികൻ ആണെങ്കിൽ ആ വൈദികൻ എന്ന ആ സ്ഥിതിവിശേഷം മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്നിൽ നിന്നുണ്ടാകരുത്. കാരണം അത് ഇത്ര മണിക്കൂർ ഞാൻ വൈദികനാകുക എന്നുള്ളതല്ല വൈദിക ധർമ്മം. അതെന്റെ ജീവിതത്തെ സമൂലം ബാധിക്കുന്നതാണ്. അതൊരു കരിയറല്ല, അതൊരു ജോലിയല്ല, അതൊരു ജീവിതാവസ്ഥയാണ്. അതുകൊണ്ട് എന്റെ എല്ലാ പ്രവർത്തനത്തിലും ഒരു വൈദികൻ എന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്വം, എന്റെ കർത്തവ്യങ്ങള് ഓർത്തുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം എന്നിൽ നിന്നുണ്ടാകേണ്ടത്. സന്യസ്തരായിട്ടുള്ള ആളുകള് സന്യാസം എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകളോ ഏതാനും ദിവസത്തേക്കോ ഉള്ളതല്ല. അതും ജീവിതത്തിന്റെ ഒരു അന്തസ്സാണ്. ആ ജീവിത അന്തസ്സിനെ ലീവില്ല. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സന്യാസിയാണ് ഞാൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം എന്നിൽ നിന്നുണ്ടാകരുത്. മറിച്ച് ഞാൻ സന്യാസിയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മിച്ചുകൊണ്ട് അതിന് വിഘാതമില്ലാത്ത രീതിയിൽ ഞാൻ എന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇനി പൗരോഹിത്യം സന്യാസം മാത്രമല്ല, ഒരു വ്യക്തി കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. കുടുംബജീവിതവും എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു അന്തസ്സാണ്. ആ അന്തസ് ഏതാനും മണിക്കൂറുകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു ജോലിയല്ലാതെ. അപ്പോൾ കുടുംബനാഥൻ, ഒരു പിതാവാണ് ഞാൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അതിനെ ഒരു വിധത്തിൽ ലീവ് എടുക്കാനില്ല. എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാനൊരു അപ്പനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകൃതമാകണം. ഞാനൊരു ഭർത്താവാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കപ്പെടണം. ഞാനൊരു അമ്മയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഞാൻ ക്രമീകരിക്കണം. ഞാനൊരു ഭാര്യയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഞാൻ എന്റെ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് ക്രമീകരിക്കേണ്ടത്. അതിൽ അവിടെ മറക്കരുത്. അപ്പോ ഭർത്താവും ഭാര്യയും മാത്രമല്ല, ഞാൻ മകനാണെങ്കിൽ, ഞാൻ മകളാണെങ്കിൽ ഈ മകനും മകളുമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഉത്തരവാദിത്തങ്ങള് ഞാൻ മറക്കാനിടവരരുത്. ഞാൻ ഒരു അധ്യാപകനാണ് എന്ന് വരികിൽ അതൊരു ജീവിത അവസ്ഥ എന്നതിനേക്കാൾ അതൊരു പ്രൊഫഷനാണ്, അതൊരു ജോലിയാണ്. ആ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഞാൻ എന്റേതായിട്ടുള്ള അധ്യാപകൻ എന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ മറക്കരുത്. ഏത് ജോലിയിൽ പ്രവേശിച്ചാലും ശരി, ഏത് ജോലി ചെയ്യുന്ന ആളായാലും ശരി, ആ വ്യക്തി ആ ജോലിയിൽ നിന്നുണ്ടാകുന്ന കടമകളും ഉത്തരവാദിത്തങ്ങളും യഥാവിധി ഓർത്തുകൊണ്ട് ചെയ്യാൻ ഇടവരണം. ഞാനൊരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് അനുസരിച്ചുള്ള ചുമതലകള്, കടമകള് ഞാൻ നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് ഓർക്കണം. ആ തരത്തില് അത് ഓർക്കേണ്ടതാണ്, അത് മറക്കേണ്ടതല്ല. ഇങ്ങനെ നമ്മൾ ജീവിച്ചു വരുമ്പോ സാധാരണ മനുഷ്യൻ ബലഹീന പ്രകൃതിയാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുക എന്നുള്ളതാണ് സത്യം. ചില അവസരത്തില് നമ്മളൊക്കെ ഓർത്തു കരുതിക്കൂട്ടി ഞാൻ അച്ഛനാണ്,
ഞാൻ സന്യാസിയാണ്, ഞാൻ കുടുംബസ്ഥനാണ്, ഞാൻ ഇന്ന ജോലിക്കാരനാണ്, ഇന്ന ആണ് എന്റെ ഉപജീവന മാർഗം, ഇതൊക്കെ സത്യമാണ് എന്ന് വരികിലും ചില അവസരത്തിൽ വേണ്ട അത്ര അതിന്റെ പക്വതയോടുകൂടെ വേണ്ട വിധത്തിൽ മുഴുവനും ചില അവസരത്തിൽ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതിൽ പരാജയപ്പെടുന്നു. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവൻ സ്വാർത്ഥമതിയാണ്. അവൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ബലഹീന പ്രകൃതി ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് ഇതിന് ഇടവരും. ബലഹീനതകൾ മനുഷ്യനുണ്ടാകാം. ആ അവസരത്തിൽ മനുഷ്യൻ ചിന്തിക്കണം, തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാൻ ഞാൻ മറക്കരുത്. ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് എന്റെ വ്യക്തിത്വത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കുകയുള്ളൂ. അവിടെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് ഓർക്കുന്നതിന്റെ ഒരു വാൽക്കഷ്ണമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കയറി വരണം. ഞാൻ അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റിയിട്ടാണ് ജീവിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നന്ദിയുടേതായിട്ടുള്ള ചിന്തകൾ എന്നിൽ ഉണ്ടാകുന്ന പോലെ തന്നെ എന്റെ ഉത്തരവാദിത്തങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ ഇടവരാതെ വരുമ്പോ വേണ്ടപ്പെട്ടവരോട് വേണ്ട വിധത്തിൽ മാപ്പ് പറയാനും ക്ഷമ ചോദിക്കാനും ഞാൻ ഓർക്കണം. ഇങ്ങനൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം പക്വതയോടുകൂടെ ശ്രേഷ്ഠമായ രീതിയിൽ വേണ്ട വിധത്തിൽ നമ്മുടെ ജീവിതമാകുകയുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മറക്കാൻ നമുക്ക് സാധിക്കണം, അതേ സമയത്ത് തന്നെ ഓർക്കാനും നമുക്ക് സാധിക്കണം. മറക്കേണ്ടത് മറക്കണം, ഓർക്കേണ്ടത് ഓർക്കണം. മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ നമ്മൾ വിലപിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, അത് മറക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ മറക്കേണ്ടത്, ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ചിരുന്ന് തീവ്രമായ രീതിയിലുള്ള പ്രതികരണ ശൈലികൾ വളർത്തിയെടുക്കാൻ ഇടവരാതെ അവരോട് അത് ചെയ്ത കാര്യം അത് മറക്കാൻ ശ്രമിക്കണം. ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ ഇടവരുന്ന യഥാർത്ഥത്തിലുള്ള ദാനങ്ങളെ സംബന്ധിച്ച് സഹായങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർമ്മ നമ്മൾ നിലനിർത്തി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടവരുന്ന ഒരു പ്രതികരണ ശൈലി. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഒരു തരത്തിലും നമ്മുടേതായിട്ടുള്ള ജീവിത അന്തസ്സ്, ആ അന്തസ്സിന് അനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ മറക്കരുത്, അത് ഓർക്കണം. ആ ഉത്തരവാദിത്തങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന നമ്മുടേതായിട്ടുള്ള കടമകൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഓർക്കണം. ആ ഓർത്തു വരുമ്പോൾ ആ കടമകളുടെ നിർവഹണത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് എന്ന് വരികിൽ തീർച്ചയായും ക്ഷമ ചോദിക്കാൻ ഇടവരണം. ഈ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പുതുതായി നമുക്കായി ജീവിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന ഈ പുതുവത്സരം എല്ലാം കൊണ്ടും ധന്യമായിട്ടുള്ള, എല്ലാം കൊണ്ടും സമാധാനത്തോടു കൂടിയുള്ള, ശാന്തമായിട്ടുള്ള ഒരു നല്ല ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ഒരു വത്സരമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് ഇടവരട്ടെ. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഭാവുകങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട്, എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെതായിട്ടുള്ള ശാന്തിയും പ്രത്യാശയും നേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.